ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ കോവയ്ക്ക കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാൻ പോന്നെ. അതിന് വേണ്ടി ഒരു 3/4 കിലോ കോവയ്ക്ക എടുത്ത് കഴുകി നല്ലതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ, ചെറുതായിട്ട്. നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ നോക്കേ. ഞാൻ അടുപ്പിൽ പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിത് അടുപ്പ് കത്തിക്കട്ടെ. നമുക്ക് ഗ്യാസ് ഓണാക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. പാത്രം ചൂടായി. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്ത്, 2 ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുത്ത്, ഇതിനകത്ത് ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു 4 വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തേ, അത് ഇട്ട് കൊടുത്ത്. ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില, അതും ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത് 1 കപ്പ് ചെറിയ ഉള്ളിയെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു 10-20 എണ്ണം ഉണ്ടേ, കുഞ്ഞായിട്ട് അരിഞ്ഞത്, അത് ഇട്ട് കൊടുത്തേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിനകത്ത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയെ, ഇനി ഇതിലോട്ട് ഈ കോവയ്ക്ക അരിഞ്ഞതില്ലേ, അതിട്ട് കൊടുക്കേ. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ഇനി ഇതിനകത്തോട്ട് കുറച്ചുപ്പല്ല, ഈ തോരന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ശകലം വെള്ളം, ഇത്രയും വെള്ളം മതിയേ, ഇതിൽ കൂടുതൽ വെള്ളം ആകരുത്. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ.
ഒന്ന് കവർ ചെയ്യേ. ഇനി ഇതിങ്ങനെ കിടന്ന് തീ കുറച്ചിട്ടേക്ക്, സിമ്മിലിട്ടേക്ക്. ഇതൊരു 4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മുടെ തോരൻ അത് വേവട്ടെ, കോവയ്ക്ക വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഇത് വറുത്ത കപ്പലിൻ്റെ മിക്സിയുടെ ജാറിലോട്ടിടാം. അതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് അതും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തരിതരാന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ കുരുമുളകും കപ്പലണ്ടിയും കൂടെ തരിതരാന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് കോവയ്ക്ക ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കോവയ്ക്ക ഒരു 3 മിനിറ്റായേ. എന്തോന്ന് നോക്കട്ടെ. കോവയ്ക്ക വെന്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ പൊടിച്ചു വെച്ച കപ്പലിൻ്റെയും കുരുമുളകും ഇല്ലേ, അതിട്ട് കൊടുക്കാം. ഇതിനകത്ത് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇത് അടയ്ക്കണ്ട, ഇതിങ്ങനെ 1-2 മിനിറ്റ് കിടക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നോക്കാം. നമ്മുടെ തോരനൊരു 2 മിനിറ്റ് ഇങ്ങനെ കിടന്നിട്ടുണ്ടേ. ഇത് ഇതുപോലെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ടേ. കുറച്ച് തേങ്ങ, ഒരു ചെറിയൊരു കപ്പ് തേങ്ങ, അതിൻ്റെ ഒരു 1/4 മുറി തേങ്ങ, ഒരു മുറി തേങ്ങയുടെ 1/4 ഭാഗം. ഓക്കെ, നല്ല അടിപൊളി തോരൻ. ചോറിന് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റോടുകൂടിയൊരു തോരനാണ്, നല്ലൊരു തോരനാണ്. കോവയ്ക്ക വെച്ച് ഒരുപാട് റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടേ. അപ്പം ഈ തേങ്ങയുടെ ഒരു പച്ച ചുവയൊന്ന് മാറട്ടെ. കവറൊന്നും ചെയ്യരുത്, ഇനി കവർ ചെയ്താൽ കുഴഞ്ഞു പോകും. ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്ന് ഇരുന്നാൽ മതി. ഇത് മതിയെ. ഗ്യാസ് ഓഫാക്കി ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോവയ്ക്ക തോരൻ റെഡി. അടിപൊളി ടേസ്റ്റാണ്. ചോറിനകത്തൊക്കെ ഇത് വരവി കഴിക്കാനുണ്ടല്ലോ. ഇതിനേക്കാളും നല്ലൊരു തോരനില്ലേ. നല്ല മസാലയുടെ രുചിയും ടേസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.